തിരുവനന്തപുരം കോർപ്പറേഷനെ പ്രകമ്പനം കൊള്ളിക്കുന്ന ഒരു രാഷ്ട്രീയ അട്ടിമറിയാണോ തലസ്ഥാന നഗരി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്? ഒരു കൗൺസിലറുടെ ജയിൽവാസവും അയാളെ ചുറ്റിപ്പറ്റി നടക്കുന്ന വമ്പൻ രാഷ്ട്രീയ നാടകങ്ങളും BJP ഭരണസമിതിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമോ? ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ഭരണസമിതിയെ താഴെയിറക്കാൻ പ്രതിപക്ഷം തക്കം പാർത്തിരിക്കുമ്പോൾ അതോടൊപ്പം അരങ്ങേറുന്നത് വലിയൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണോ? എന്താണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? UDF സംസ്ഥാനത്തെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ LDF പ്രതിപക്ഷത്തിരിക്കുമ്പോൾ BJP കേരളത്തിന്റെ ഭരണ തലസ്ഥാനം ഭരിക്കുന്നതാണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിലെ അസഹിഷ്ണുതയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ രണ്ടുപേരും ചേർന്ന് ഇപ്പോൾ പുകച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണസമിതിയിലെ ഓടോട്ടുകോണം വാർഡ് കൗൺസിലറായിട്ടുള്ള R. സുഗതന്റെ അയോഗ്യതയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും രാഷ്ട്രീയ നീക്കങ്ങളും ഇപ്പോൾ തലസ്ഥാന നഗരിയിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. കാപ്പ കേസിൽ പ്രതിയായി ജയിലിൽ കഴിയുന്ന സുഗതൻ തുടർച്ചയായി 3 കോർപ്പറേഷൻ കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുത്തില്ല എന്ന കാരണം പറഞ്ഞ് കൗൺസിലർ സ്ഥാനത്തു നിന്നും അയോഗ്യമാക്കപ്പെടുമോ എന്ന ഘട്ടത്തിലാണ് നിർണായകമായിട്ടുള്ള കൗൺസിൽ യോഗം ചേരുന്നത്. മുനിസിപ്പാലിറ്റി ചട്ടങ്ങൾ അനുസരിച്ച് മുൻകൂട്ടി അനുമതി വാങ്ങാതെ തുടർച്ചയായി 3 യോഗങ്ങളിൽ ഒരു കൗൺസിലർ പങ്കെടുക്കാതെ വിട്ടുനിന്നാൽ അയോഗ്യത കൽപ്പിക്കാൻ വ്യവസ്ഥയുണ്ട്. ജൂൺ 9 അറസ്റ്റിലായ സുഗതന് ജയിലിൽ ആയതുകൊണ്ട് തന്നെ കൗൺസിലർ യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കുമായിരുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഈ സാങ്കേതികമായി കുരുക്ക് മറികടക്കുന്നതിനായി 6 മാസത്തേക്ക് കൗൺസിലിന്റെ അനുമതിയോടെ വിട്ടുനിൽക്കാനുള്ള പ്രത്യേക ലീവ് അപേക്ഷ സഭയിൽ എത്തിച്ച് പാസാക്കിയെടുക്കാനാണ് BJP ഭരണസമിതി ഇന്ന് ലക്ഷ്യമിടുന്നത്. എന്നാൽ കൗൺസിലർമാർക്ക് കേവല ഭൂരിപക്ഷമുള്ള BJPക്ക് വോട്ടെടുപ്പിലൂടെ ഇത് പാസാക്കിയെടുക്കാൻ സാധിക്കുമെങ്കിലും കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന ഒരാൾക്ക് ലീവ് അനുവദിക്കുന്നത് ചട്ടവിരുദ്ധമാണ് എന്ന നിലപാടിൽ ശക്തമായി പ്രതിഷേധിക്കാനാണ് LDFും UDFും സാധാരണ ശ്രമിക്കുക. അതിനെ നോക്കോളൂ, അവിടെ ഒരു അടികലശം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ അവരുണ്ടാക്കുകയും ചെയ്യും. ഈ വിഷയത്തിൽ മേയർക്കെതിരെയും കോർപ്പറേഷൻ സെക്രട്ടറിക്കെതിരെയും ഒക്കെ പരാതി നൽകാനും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും ഒക്കെ കോടതി സമീപിക്കാനും ഒക്കെ പ്രതിപക്ഷം നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള വാർത്തയും ഒരു വശത്തുകൂടി പുറത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ഭരണം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് LDFനും അല്ലെങ്കിൽ UDFനും രണ്ടുപേർക്കും ഒരിക്കലും സഹിക്കുന്നില്ല എന്നുള്ളത് കഴിഞ്ഞ VV രാജേഷിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാനും പറ്റുന്നുണ്ട്, കാണാനും പറ്റുന്നുണ്ട്. മുമ്പുള്ള ഭരണകർത്താക്കളുടെ അഴിമതി, അവർ നടത്തിയിട്ടുള്ള കെടുകാര്യസ്ഥത, ചില അനധികൃത ഇടപാടുകള്, സാമ്പത്തിക ഇടപാടുകള്, മുനിസിപ്പാലിറ്റിയുടെ പണം കൊള്ളയടിക്കാൻ ഉണ്ടാക്കിയിട്ടുള്ള കുറുക്കു ബുദ്ധികള്, അങ്ങനെ ഇതൊക്കെ ഈ BJP ഭരണം വലിച്ചു പുറത്തിട്ടിട്ട് ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകി ഭരണം ക്രമപ്പെടുത്തിയത് നേരത്തെ ഭരിച്ചിരുന്നവരെ അസ്വസ്ഥരാക്കിയിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം അവരുടെ പല വരുമാന സ്രോതസ്സുകളും ഈ ഭരണസമിതി വന്നതോടുകൂടി അടഞ്ഞു പോയിട്ടുണ്ട്. ഈ ഒരു യാഥാർത്ഥ്യം മറച്ചുവെക്കാൻ അവർ ഒരു കൗൺസിലറുടെ വ്യക്തിപരമായിട്ടുള്ള കേസിനെ രാഷ്ട്രീയ ആയുധമാക്കി എടുത്ത് ഉപയോഗിക്കുകയാണ്. വാഴോട്ടുകോണം വാർഡ് കൗൺസിലറായ R. സുഗതനെതിരെ ചുമത്തിയിട്ടുള്ള കാപ്പ കേസ് ഒരു യഥാർത്ഥ പ്രശ്നമൊന്നുമല്ല. ഇപ്പോഴത്തെ കേസിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് ഒരു ഒഴിവ് കഴിവാണ്, വെറും ഒരു ഒഴിവ് കഴിവ് മാത്രമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ തോന്നിക്കാൻ പറ്റുള്ളൂ. കാരണം യഥാർത്ഥ ലക്ഷ്യം BJPയുടെ ഭരണം നഷ്ടപ്പെടുത്തുക എന്നതാണ്. ഭരണം ഇറങ്ങുക. മുൻ ഭരണകാലത്ത് നടന്നിട്ടുള്ള വ്യാപകമായിട്ടുള്ള അഴിമതികളും അനിയന്ത്രിതമായിട്ടുള്ള ക്രമക്കേടുകളും BJP ഭരണസമിതി തുറന്നു കാട്ടിയിട്ടുണ്ട്. ശരിയായ നാടിന് ഗുണമുള്ളതുമായിട്ടുള്ള നടപടികൾ നടപ്പിലാക്കിയത് അങ്ങോട്ട് ഈ LDFനെയും UDFനെയും അങ്ങോട്ട് ഭയപ്പെടുത്തുന്നുമുണ്ട്. കാരണം ഇനി ഒരു പക്ഷേ തിരുവനന്തപുരം തന്നെ അവർക്ക് കിട്ടിയില്ലെങ്കിലോ? അതുകൊണ്ടാണ് ഈ സുഗതന്റെ പിന്നാലെ ഇങ്ങനെ നീങ്ങുന്നത് എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെ അവർ BJP ഭരണം അവസാനിപ്പിക്കാൻ ഏത് മാർഗവും സ്വീകരിക്കാൻ തയ്യാറാവുകയാണ് എന്ന് മാത്രമേ ഈ ഒരു സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കൗൺസിലറുടെ കേസിനെ എടുത്ത് മുന്നിൽ വെച്ചുകൊണ്ട്, സുഗതന്റെ കേസിനെ എടുത്ത് മുന്നിൽ വെച്ചുകൊണ്ട് കോർപ്പറേഷനിൽ വലിയ തരത്തിലുള്ള ഒരു സംഘർഷാവസ്ഥ, ഒരു അടികലശം ഉണ്ടാക്കാൻ, ഭരണം സ്തംഭിപ്പിക്കാനും ഒക്കെ പ്രതിപക്ഷ കക്ഷികൾ ഇടതും വലതും കൂടി ഒരുമിച്ച് ശ്രമിക്കും, അല്ലെങ്കിൽ അതിനാണ് ശ്രമിക്കുന്നത്. കൃത്യമായ നിയമ നടപടിയിലൂടെയും അല്ലെങ്കിൽ ജനങ്ങളുടെ പിന്തുണയോടെയൊക്കെ നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള ഒരു ഉറച്ച നിലപാടിൽ BJP മുന്നോട്ട് പോകുമ്പോൾ അവരെ എങ്ങനെ താഴെ ഇറക്കിയിട്ട് പഴയതുപോലെ നമ്മൾ ഭരണം കൊണ്ടുപോകാമെന്നാണ് ഇവർ ആലോചിക്കുന്നത്. അതായത് ഒരു ജനാധിപത്യ പ്രദേശത്ത് ആ ജനാധിപത്യപരമായിട്ട് അവിടെ ജനങ്ങൾക്ക് ഗുണപ്രദമായിട്ടുള്ള ഒരു ഭരണം ഉണ്ടാകുകയല്ല ഈ കക്ഷികളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അത് തങ്ങൾക്ക് അനുകൂലമായി തങ്ങൾക്ക് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എത്ര നല്ല ഭരണമാണെന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്ന ഒരു തരത്തിലുള്ള നിലപാടാണ്. ജനാധിപത്യമായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയെ അട്ടിമറിക്കാനുള്ള ഈ രാഷ്ട്രീയ ഗൂഢാലോചനയെ ജനങ്ങൾ തിരിച്ചറിയുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്നാണ് തോന്നുന്നത്. BJPയുടെ പ്രതീക്ഷയും അത് തന്നെയാണ്. BJPക്ക് 1-2 കൗൺസിലർമാർ ഒരുപക്ഷെ അധികം ഉണ്ടായിരുന്നുവെങ്കിൽ കഴിഞ്ഞ
കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഒരു 2 സീറ്റ് അവർക്ക് ഏറെ ഉണ്ടായിരുന്നെങ്കിൽ ഈ സുഗതൻ കേസൊന്നും ഉണ്ടാകുമായിരുന്നില്ല. സുഗതൻ കാപ്പ കേസിൽ അകത്താകുമായിരുന്നില്ല. ഒരു ചർച്ചയും ഇത് സംബന്ധിച്ച് ഉണ്ടാകുമായിരുന്നില്ല എന്നതുകൂടി നമ്മൾ ഇപ്പോൾ കൂട്ടി വായിക്കേണ്ടതാണ്. Different angles. Don't forget to subscribe and support this channel.